രാത്രികാലങ്ങളിൽ അതുവഴി സഞ്ചരിക്കുന്നവരെ ആരോ പിന്തുടരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ അഹോര ശബ്ദത്തോടുകൂടി ആ രൂപം നമ്മളിലേക്ക് അടുത്തു വരുന്നു. എനിക്ക് നിങ്ങളോടൊരു കഥ പറയാനുണ്ട്. ഒരു ത്യാഗത്തിന്റെ കഥ, ഒരു വഞ്ചനയുടെ കഥ, ഇപ്പോഴും നമ്മളിൽ ജീവിക്കുന്ന ഒരു സ്മാരകത്തിന്റെ കഥ. ഹേ ഗൈസ്, എം കാർത്തിക് വ്ലോഗിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഇവർക്കും ഹാർദവമായ സ്വാഗതം. അതെ, എനിക്ക് പറയാനുള്ളത് ഒരു വെറും കട്ടുകഥയല്ല. 1700-1750 കാലഘട്ടങ്ങളിൽ വയനാട്ടിലെ ചിപ്പിലത്തോട് കാടുകളിൽ ജീവിച്ചിരുന്ന ഒരു പോരാളിയായ കാട്ടുമൂപ്പന്റെ കഥ. ചതിയിലൂടെ അദ്ദേഹത്തെ കൊല്ലുകയും അദ്ദേഹത്തിന്റെ ആത്മാവ് അവിടെയുള്ളവരുടെ ഉറക്കം കെടുത്തുകയും ചെയ്ത ഒരു കഥ. ഒടുവിൽ ചങ്ങനയിൽ ആവാഹിച്ച കരിന്തണ്ടൻ എന്ന കാട്ടുമൂപ്പനെ ഈ ചന്ദനമരത്തിൽ തളയ്ക്കുകയാണുണ്ടായത്. ഈ കഥ തുടങ്ങുന്നത് ഇങ്ങനെ. ബ്രിട്ടീഷ് ഭരണകാലത്ത് കോഴിക്കോട് നിന്നും വയനാട് വഴി മൈസൂരിലേക്ക് ഉള്ളൊരു സുരക്ഷിതമായ മലമ്പാത കണ്ടെത്താനുള്ള ദൗത്യം ആരംഭിച്ചു. കാടും മലയും കാരണം പല സംഘങ്ങളും പരാജയപ്പെട്ടു. ഒടുവിൽ അവർ എത്തിയത് കാടിന്റെ ഓരോ രഹസ്യവും അറിയാവുമായിരുന്ന കരിന്തണ്ടൻ എന്ന കാട്ടുമൂപ്പന്റെ മുന്നിലേക്കായിരുന്നു. കരിന്തണ്ടനോട് തന്റെ ആവശ്യം അറിയിച്ചു. അദ്ദേഹം മുന്നിലേക്ക് നടന്നു. പിന്നിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും. കാടിന്റെ ഓരോ വഴിയും അദ്ദേഹത്തിന് പരിചിതമായിരുന്നു. മുള്ളുകളും പാറകളും കാട്ടരുവികളും പിന്നിട്ട് അദ്ദേഹം അവരെ സുരക്ഷിതമായി മലമുകളിൽ എത്തിച്ചു. ബ്രിട്ടീഷുകാർ തേടിക്കൊണ്ടിരുന്ന മലമ്പാത ഒടുവിൽ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മലമുകളിലെത്തിയ ശേഷം കുറച്ചുനേരം വിശ്രമിക്കാമെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ അവനോട് പറഞ്ഞു. തന്റെ കുലം സമ്മാനിച്ച തന്റെ കാടിനെ കാക്കാൻ അണിഞ്ഞിരുന്ന ഒരു വളയുണ്ടായിരുന്നു. അതവന്റെ ആത്മധൈര്യവും ആശ്വാസവുമായിരുന്നു. കയ്യിലെ വള ഊരി ഒരു പാറയുടെ മുകളിൽ വെച്ചതിനു ശേഷം കരിന്തണ്ടൻ വെള്ളം കുടിക്കാൻ വേണ്ടി കടത്തിലേക്ക് ഇറങ്ങി. ആ നിമിഷം തന്നെ കരിന്തണ്ടന്റെ കൈവള ഈ ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി. തിരിച്ചു വന്ന കരിന്തണ്ടൻ തന്റെ വള അന്വേഷിച്ച് നടക്കുന്നതിനിടെ പുറകിൽ നിന്നും വെടിയുയർത്ത് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തുകയാണുണ്ടായത്. ആ വെടിയുടെ ഒച്ചയിൽ ആ കാടാകെ നടുങ്ങിയെന്നും മനുഷ്യന്റെ ജീവന്റെ മാത്രമല്ല ഒരു വഞ്ചനയുടെ കഥയും ജനിച്ചുവെന്നാണ് ഐതിഹ്യം പറയുന്നത്. കരിന്തണ്ടന്റെ മരണത്തിന് ശേഷം ചുരം മാറി രാത്രിയിൽ അതുവഴി സഞ്ചരിക്കുന്നവർക്ക് വിചിത്ര അനുഭവങ്ങൾ നേരിട്ടു. ആരോ പിന്നാലെ നടക്കുന്നത് പോലെയും കാട്ടിൽ നിന്നും പേര് വിളിക്കുന്നത് പോലെയും ചങ്ങല വലിക്കുന്ന ശബ്ദം കേൾക്കുന്നത് പോലെയും പലരും പറഞ്ഞു. ഒടുവിൽ ഭയന്ന നാട്ടുകാർ ഒരു പ്രശസ്ത മന്ത്രവാദിയെ സമീപിച്ചു. മന്ത്രവാദിയോട് തങ്ങളുടെ വിഷമം കരഞ്ഞുകൊണ്ട് അറിയിച്ചു. പ്രാന്തലിന്റെ മങ്ങിയ വെളിച്ചത്തിൽ മന്ത്രവാദി ഇരുമ്പു ചങ്ങലയും കയ്യിലെടുത്ത് മന്ത്രങ്ങൾ മുഴക്കിക്കൊണ്ട് കരിന്തണ്ടന്റെ ആത്മാവിനെ ചങ്ങലിൽ ബന്ധിച്ചു. ഒരു വലിയ ചന്ദന മരത്തിൽ തളച്ചു. അതോടെ ആ ആത്മാവ് ശാന്തമായി. ചുരം വീണ്ടും നിശബ്ദതയിലേക്ക് മടങ്ങി. ഇതായിരുന്നു കരിന്തണ്ടൻ എന്ന ആദിവാസി യുവാവിന്റെ കഥ. പിന്നീട് വഴിയും കാലഘട്ടങ്ങളും നമ്മളുമൊക്കെ മാറിപ്പോയി കഴിഞ്ഞിരിക്കും. ഇപ്പോഴും കരിന്തണ്ടൻ എന്ന കാട്ടുമൂപ്പനെ ഈ ചന്ദനമരച്ചൂട്ടിൽ വിളക്ക് വെച്ച് ആരാധിച്ചു വരുന്നു. ഇതുവഴി പോകുന്നവർ
തങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും കരിന്തണ്ടന് മുന്നിൽ കാണിക്ക വെച്ച് വീണ്ടും യാത്രയാകുന്നു. മരിക്കുന്നതിന് മുമ്പായി കരിന്തണ്ടൻ ഒറ്റ കാര്യം മാത്രമേ ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടുകയുള്ളൂ: തൻ്റെ കുലത്തിനെയും താൻ ഏറെ ഇഷ്ടപ്പെട്ട തൻ്റെ കാടിനെയും നശിപ്പിക്കരുത്. നിങ്ങൾ ഇതുവഴി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയും ഇതുപോലുള്ള വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ. പുതിയ ഒരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.